കോള് മാറിയിട്ട് ഏതൊരു ഹിന്ദിയാണോ മറാഠി ഏതോ ഒരു ലേഡീസ് ആണെന്ന് അറിയില്ല, ഏതൊരാൾ വിളിച്ചു. ഒന്നും വേണ്ട, ഏതെങ്കിലും റോങ് നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ റോങ് നമ്പർ പറഞ്ഞ് വെക്കില്ലേ, ഇത് പെണ്ണിന്റെ ശബ്ദത്തിൽ തിരിച്ച് അങ്ങോട്ട് കുറെ ചോദ്യങ്ങൾ അവരെ കുഴപ്പിച്ച്. മലയാളം ഇല്ലാത്ത കോള് വന്നാലും പോലും ഇപ്പൊ ബംഗാളി ഫോർ എക്സാമ്പിൾ ബംഗാളി ഒരു അടുത്തുനിന്നാണ് കോള് വന്നെങ്കിൽ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതേപോലെ നമ്മൾ സംസാരിക്കും, നമ്മൾ അത് അറിയാലോ ഭാഷ അറിയാം, പക്ഷെ അതൊന്നും ആയിരിക്കില്ല. ലാസ്റ്റ് ഡേ ഷൂട്ടുള്ളപ്പോ ഇവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി എന്നെ വന്ന് കെട്ടിപ്പിടിക്കരുതേ, ഞാൻ കരയുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലടാ, ഞാൻ കെട്ടിപ്പിടിക്കില്ല. അതേ എന്റെ കഴിഞ്ഞ് വന്നിട്ട് ഇവൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. അതല്ലേ ഇവരാണെങ്കിൽ എല്ലാവരും കരയുന്നു. പിന്നെ നോക്കും ഇവരെ എല്ലാരും കൂടെ സജിൻ ചേട്ടനും ഗിരീഷ് ഇവര് മൂന്നുപേരെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചില്ല. ഇവർ രണ്ടുപേരും ഈ ലേഡീസ് വന്നിട്ട് വിഷമിക്കും, നമ്മളാകുമ്പോഴും നമുക്ക് ഇങ്ങനെ കരയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനൊക്കെ നമ്മളിങ്ങനെ കരഞ്ഞ അലമ്പാക്കാൻ പാടില്ല. വന്നിട്ട് അല്ല ഇവർ രണ്ടുപേരും വന്നിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. എന്നിട്ട് ഇവരങ്ങ് പോകും. ഞാൻ ബാത്റൂമിൽ പോയിട്ട് അവസാനം കരഞ്ഞിട്ട് വെളിയിറങ്ങി അടുത്ത ആള്. എനിക്ക് വിഷുവിന് എപ്പോഴും സർപ്രൈസ് തരാറുണ്ട്. ഇങ്ങനെ മെസ്സേജ് കുഞ്ഞിനിയാ വിഷു കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, കയറി വെക്കുമ്പോൾ ഒരു രൂപയായിരിക്കും. എല്ലാ വർഷവും ഇടുന്നുണ്ട്. ഞാനിതിങ്ങനെ എടുത്തിട്ട് ഞാനിങ്ങനെ കുഞ്ഞെടുത്ത് 1 രൂപയല്ല 101 രൂപയാ 100 മറന്നുപോയി കൊടുക്കാറ്. 1 രൂപയല്ല, ഇതെല്ലാം അവിടെ കൂട്ടി വെച്ചാൽ 101 രൂപ ആവും. ഇനി കുറച്ച് ഷോർട്ട് വേറൊരു സെഗ്മെന്റ് ആണേ. ഓക്കെ, റെഡി? വേണമെന്നൊരു കൈയടിക്കാം. ഇറ്റ് ഈസ് വെരി ഈസിയാണ്. മോർ എമംഗ് എന്നുള്ള സെഗ്മെന്റ്. കൂടുതൽ ആര് അല്ലെങ്കിൽ ഒരു സംഭവം തരും, അതിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരാളെ മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങൾ 4 പേര് 5 പേരെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഹോൾ ടീം. ഇപ്പോൾ അപ്സര ഇപ്പോൾ ഇല്ല, പിന്നെ ഗിരീഷ്, ആരെ വേണമെങ്കിലും മെൻഷൻ ചെയ്യാം. ഓക്കെ, തുടങ്ങാം. സെറ്റിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അതുപോലെയാണ്. ബട്ട് സ്റ്റിൽ ഈ പേഴ്സൺ ഒരു സ്പെഷ്യൽ ഓറ, ഒരു സ്പെഷ്യൽ വൈബ്, കംപ്ലീറ്റ് ഓളം. നമുക്കൊരു ചെറിയ വിഷമം ഉണ്ടെങ്കിലും ഈ പേഴ്സണിൻ്റെ അടുത്തിരുന്നാൽ അത് കംപ്ലീറ്റ്ലി മാറ്റിത്തരും. ദിസ് പേഴ്സൺ ഹൂ ആണ്. ഞങ്ങൾക്ക് പക്ഷേ ഇരിക്കാൻ പറ്റിയിട്ടില്ല, വേറെ സ്ഥലത്തല്ലേ ഇരിക്കാറ്. പിന്നെ ചേച്ചി നമ്മുടെ കൂടെ വന്നിരിക്കും, ചേട്ടനാണ് വേറെ സ്ഥലത്ത് പോയിരിക്കുക. അല്ല ഞാനത് ഓറയുടെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെ ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോ എല്ലാം മാറും അല്ലെങ്കിൽ നമ്മുടെ മൂഡ് മാറുന്നല്ല, വരുമ്പോഴുള്ള അതെല്ലാവർക്കും ഉണ്ട്. എൻട്രി ആവുമ്പോ വന്ന് ഇറങ്ങുമ്പോ എല്ലാവരുടെയും ആ ഒരു ഓറയുണ്ട്. ഫുൾ വൈബ്, ഫുൾ ഓണം, ഫുൾ ചില്ലിംഗ് വൈബ്, എനർജി. അത് രാജുവേട്ടൻ. അങ്ങനെ അത് രാജുവേട്ടൻ. ഞങ്ങളവിടെ വെറുതെ ചൊറിയാൻ വേണ്ടി ഓരോന്ന് ചെയ്യും, ഇവരൊക്കെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന അക്രമങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. അത് മാത്രമല്ല, ഒരു അമ്മക്കുട്ടിയായിരുന്നു പണ്ട്. ഒരുപാട് അലമ്പ് ചെയ്തൊരു വ്യക്തിയാണ് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തല്ലേ? അമ്മേ റൈറ്റ്? രാജുവേട്ടൻ സത്യമല്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല, കേട്ടിട്ട്. ഓക്കെ, നെക്സ്റ്റ്. അധികം സംസാരമൊന്നുമില്ല സെറ്റിൽ. കുറച്ച് ഇപ്പോൾ ഉള്ള കംപ്ലീറ്റ്ലി എല്ലാവരും ഓളാക്കി, പക്ഷേ ഈ വ്യക്തിയുടെ കുറച്ച് അധികം അങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയല്ല എങ്കിൽ അതാരായിരിക്കും? ഒരു കുറച്ച് എവിടെയൊക്കെ ഒരു അതെനിക്ക് ഇവനാണ് പെട്ടെന്ന്. ഇവൻ അങ്ങനെ ആരോട് അങ്ങനെ പെട്ടെന്ന് കയറി ഇതാവില്ല. ഞാൻ ഈ ചില സമയത്ത് പറഞ്ഞ പോലെയൊക്കെ ആവുള്ളൂ, ചില സമയത്ത് ഹൈപ്പർ ആവും. അങ്ങനെ ചോദിച്ചാൽ നമ്മളിപ്പോ ഓഡിയോ ഒന്ന് ചാടിക്കയറി അങ്ങനത്തെ ഒന്നുമില്ല. നമ്മള് വന്ന് പതുക്കെ സ്ലോ ആയിട്ട് ഉള്ള ഒരു ഇതാണ്. സ്നേഹം ഉണ്ടാവും, പക്ഷെ അങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കില്ല. പക്ഷെ ആവശ്യങ്ങള് അങ്ങനെ ചെയ്യല്ലേ, അല്ലെങ്കിൽ അത് ചെയ്ത് ശരിയല്ല, അങ്ങനെ സ്നേഹം അങ്ങനത്തെ ഒരു മൈൻഡിൽ വെച്ച്. പക്ഷെ എന്നാലും നന്നായിട്ട് അങ്ങനത്തെ പരിപാടികളാണ് അവിടെ ചെയ്യുന്നത്. ഞങ്ങളോടെ പറയാം, ആ കുട്ടികളൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഏറ്റവും പ്രായം കുറഞ്ഞ ആള്, പക്ഷെ ഏറ്റവും കൂടുതൽ എല്ലാ രീതിയിലും ഉള്ള കുസൃത്തരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദ്യം കേൾക്കാൻ വേണ്ടി ആണല്ലേ?
കുസൃതി തരം ഫോർ എക്സാമ്പിൾ അതെ. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. നമ്മള് ഞാൻ തല്ലുകൊള്ളിത്തരം? കുസൃതി കാണിക്കാറില്ല. സജനോട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഭയങ്കര അയ്യോ. ഇല്ലെങ്കിലും അണ്ണനാണേ തമ്പി ആ പാട്ട് ഇവരൊക്കെ പെർഫെക്റ്റ് ആണ്. കറക്റ്റ് ആണ്. ഇവർ രണ്ടുപേരും ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ അയ്യോ. അല്ല, അവൻ പറഞ്ഞു, ഇപ്പൊ ഇവൻ ഉണ്ടെങ്കിൽ അവൻ പോവും. അങ്ങനെയാണെങ്കിലും അതെ രണ്ടുപേരാണെങ്കിൽ പക്ഷെ അവൻ ഞങ്ങൾ പോകാൻ പറ്റില്ല. അനുഭവിച്ചത് നാട്ടുകാർ മൊത്തം അനുഭവിക്കേണ്ടി വരും. എന്തിനാ ഞങ്ങളുടെ വൈബിൽ അവിടെ ഒരു പക്ഷെ അവിടെ വൈബ് അത് പറ്റില്ല. പറ്റില്ല. ക്യാമറ വീട്ടിലാ. സീസൺ 7 സജിനും അക്ഷയോടും വേണമെങ്കിൽ ഒന്ന് നോക്കാം അല്ലേ? പക്ഷെ ഇപ്പൊ പറഞ്ഞ ചോദ്യമല്ല ഏറ്റവും പ്രായം കുറഞ്ഞ കുസൃതിയുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ അത് ആ, ഇസ. കുഴപ്പമില്ലല്ലോ വന്നത്. പക്ഷെ അവള് പിന്നെ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. വന്നതല്ലേ. ഇത് തുടക്കം തൊട്ട് കാണാം. പ്രായത്തിന്റെ കാര്യം വേഗം അല്ല, നമ്മള് തുടക്കം തൊട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിയാ. അത്യാവശ്യം എല്ലാ അവളും കുസൃതിയും ഉണ്ട് ഭയങ്കര അല്ലേ? എല്ലാ കുസൃതിയുണ്ട് നമ്മളെടുത്ത് വന്നിട്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ അത് പിന്നെ ആവശ്യത്തിൽ കൂടുതലുണ്ട് അത്. പക്ഷെ എവിടെ ഇടേണ്ടതെന്ന് അവൻ അറിഞ്ഞൂടാ, അവന്റെ കയ്യിലുണ്ട് അത്. എനിക്ക് ഇവര് തമ്മിൽ സിമിലാരിറ്റീസ് ഒരുപാട് തോന്നുന്നുണ്ട് കേട്ടോ. ക്യാരക്ടർ ഈ പറഞ്ഞ ഒരു ഡ്യുവൽ ക്യാരക്ടർ അച്ഛനും ഉണ്ട്. ഉണ്ട്. ഡ്യുവൽ അല്ല അതിലും കൂടുതലുണ്ട്. അങ്ങനെയൊന്നല്ല. അത് എന്താന്ന് വെച്ചാൽ ഈ എന്താ പറയണ അതിനെന്തോ പറയല്ല ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ല, മൾട്ടിപ്പിൾ ഇൻട്രോവേർട്ട് അല്ല, Ambivert. അല്ല സെൻസിറ്റീവ് എന്ന് പറയില്ലേ. പെട്ടെന്ന് അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഇമോഷണൽ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഡൗൺ ആവും. പിന്നെ കുഞ്ഞു വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാപ്പി ആവും. അത് ഇങ്ങനെ ഉണ്ട്, അതിങ്ങനെ മാറി മാറി അത് എനിക്ക് സൈജാൻഡിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. സെൻസിറ്റീവ് ആണ്, ഭയങ്കര സെൻസിറ്റീവ്. അത് അതേപോലെ തന്നെ നമ്മുടെ ഗോപി ചേച്ചിക്കും ഉണ്ട്. സെയിം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞങ്ങള് ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ചോദിച്ചപ്പോ അതെ ആ. കുസൃതി കുസൃതി വിട്ടു പോകും. ഓക്കെ, സെറ്റിലെ ഒരു പ്രാങ്സ്റ്റർ എന്ന് പേര് കൊടുക്കാമെങ്കിൽ ആർക്ക് കൊടുക്കാം? അത്യാവശ്യം കുറച്ച് അയ്യോ. എന്താണ് ലൈക്ക് ഏതെങ്കിലും ഒരു എല്ലാം ഇൻസിഡന്റ് പറയാൻ പറ്റൂല. നമ്മുടെ വീഡിയോ കാണിച്ചിട്ട് വേണമെങ്കിൽ ടൈം ചെയ്തിട്ടുണ്ട്. എന്താ എന്താണ് നമുക്ക് കൂടെ നാണക്കേടാ. ആ വീഡിയോ കിട്ടാറുണ്ടല്ലോ, നിങ്ങൾ എവിടെ എത്തുന്നറിയോ? ഞങ്ങള് ഞാൻ വിചാരിച്ചു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ചേട്ടന്റെ എല്ലാ വീഡിയോസും ഇട്ടാലും ഞാൻ 1 മില്യൺ 2 മില്യൺ പിന്നെ ഇങ്ങനെ വിനയത്തോടു കൂടി ഇരിക്കാൻ പറ്റില്ല സജിനെ. പക്ഷെ അത് ഞങ്ങൾ രണ്ടുപേരുടെ മൊബൈലിലായിരിക്കും കൂടുതലുണ്ടാവുക. എന്താ പറയാൻ പറ്റില്ല? എന്ത് റിലേറ്റഡ് എന്താണ്? അത് പറയാൻ പറ്റില്ല. പറയാനേ പറ്റില്ല. അതായത് ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ കുറ്റിയിട്ടിട്ട് ഓടിക്കളയാ. ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഡോറിന്റെ ആ പരിസരത്തോട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചാടി വീണ് പേടിപ്പിക്കുക. അതൊന്നുമല്ല. അതുണ്ട്. അതൊക്കെ ഉണ്ട്. പിന്നെ പക്ഷെ ഇടയ്ക്ക് അതൊക്കെ ഇവര് രണ്ടുപേരും കൂടെ ബാത്റൂമിൽ കയറി കുടിച്ചിട്ട് അതെ ഞങ്ങൾ നോക്കുന്ന സമയത്തുള്ള കാട്ടിക്കൂട്ടല അതൊക്കെ. ഇവർ രണ്ടുപേരുടെ ബാത്റൂമിൽ ആളുടെ നമ്മളെ കാണി നമ്മൾ അല്ല നോക്കുന്നത് ഞങ്ങള് നോക്കുമ്പോഴത്തേക്ക് എല്ലാരും അതായത് ഇപ്പൊ ഇത് ഞാൻ പറയട്ടെ, ഇത് അപ്പൊ അത് ശിവൻ അഞ്ജലി റൂം, Okay. ഇത് ഹരി അപ്പു റൂം. Okay. അപ്പൊ ഞാൻ വെച്ചും അവിടെ ഇരുന്നിട്ട് ഇപ്പം കട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും. അപ്പൊ ഇവര് രണ്ടുപേരും രക്ഷയും ഇവള് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കാണുമ്പോൾ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഓവറാക്കില്ല. ആക്കിയത് കണ്ടിട്ടായിരിക്കും ഞങ്ങൾ നോക്കുന്നുണ്ടാവുക. അപ്പൊ കൂടുതലോ അപ്പൊ ഞങ്ങള് ചള നോക്കും. എന്നാ അവര് എന്റർടൈൻ ചെയ്തോട്ടെ. അതിക്ക് മേലെ ഇവര് ഓവറാക്കും. അത്രയാണ്. അത് എങ്ങനെയാണെങ്കിലും എടുക്കാം. ഒരുതരം രോഗമാണ്. പ്രത്യേക തരം ആൾക്കാരാണല്ലേ? അതന്നെ പ്രത്യേക തരം ആൾക്കാരാണ് ഇവരുണ്ട്. ഓ അവര് രണ്ടുപേരും ഞങ്ങളെ ഡീസന്റ്. ഏതൊരു കോള് മാറിയിട്ട് ഏതൊരു ഹിന്ദിയാണോ മറാഠി ഏതോ ഒരു ലേഡീസ് ആണോന്ന് അറിയില്ല, ഏതോ ഒരാള് വിളിച്ചു. ആയിരിക്കും. ആരെ വിളിച്ചു? അത് വിളിച്ചപ്പോ ചേട്ടന്റെ അതിന്റെ വേറെ എന്തൊക്കെയോ ഞാൻ ഒന്നും വേണ്ട, ഏതെങ്കിലും റോങ് നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ റോങ് നമ്പർ എന്ന് പറഞ്ഞ് വെക്കൂലേ, ഇത് പെണ്ണിന്റെ ശബ്ദത്തിൽ തിരിച്ച് അങ്ങോട്ട് കുറെ ചോദ്യങ്ങൾ അവരെ കുഴപ്പിച്ച് പിന്നെ പുതിയ ലിപിയുള്ള ഭാഷയൊക്കെ അറിയാത്ത അവര് ചിലപ്പോ ഈ മറ്റേ ഈ എന്താ ബംഗാളിയൊക്കെ ആയിരിക്കും സംസാരിക്കുക. അപ്പൊ ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ ബംഗാളി സംസാരിക്കും. ഒരു എക്സാമ്പിൾ എങ്ങനെ? ഞാൻ പറഞ്ഞുതരാം. അല്ല ഒരു കോൾ എടുത്തൊന്ന് ഞാൻ പറയാം. ഒരു കോള് വിളിച്ചിട്ട് പറഞ്ഞു എന്തോ പറയാലോ. ഒരു കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ട് നമ്മളെ കട്ട് ചെയ്തോ. ഒരു കോള് വിളിച്ചിട്ട് അവരെന്തോ പറഞ്ഞു, അതിൽ മൊത്തത്തിൽ ആകെ പൂനെ എന്നുള്ള ഒരു വാക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ഓക്കെ. അപ്പൊ പൂനെയിലേക്കൊന്നും വരില്ല, പൂനെയിൽ എൻ്റെ ഒരു ചേട്ടനുണ്ട്, ഞങ്ങൾ വന്ന അടിയാ, ഞാൻ അങ്ങോട്ടേക്കൊന്നും വരില്ല, വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞു. മലയാളത്തിൽ മലയാളത്തില്. അപ്പൊ അവര് മലയാളത്തിൽ മലയാളമായിരുന്നു കുറെ എടുക്കാറുണ്ട് ഞങ്ങൾ. അവര് മലയാളം തന്നെയാ പറയണേ. പക്ഷെ അങ്ങോട്ട് തിരിച്ച് ഞാൻ പറയാം ചേട്ടാ എന്താ കാണിക്കണേ, അവര് വിചാരിക്കില്ലേ ചേട്ടൻ ഒരു ആക്ടർ അല്ലേ, അവർക്കറിയോ ഞാൻ ആക്ടറാന്ന്? ചിലപ്പോ അറിയെങ്കിലോ. അങ്ങനെ വിളിക്കുന്നില്ല. ചിലപ്പോ കാണുന്നുണ്ടായിരിക്കും. മലയാളം അല്ലാത്ത കോള് വന്നാലും പോലും ഇപ്പൊ ബംഗാളി ഫോർ എക്സാമ്പിൾ ബംഗാളി ഒരു അടുത്തുനിന്നാണ് കോള് വന്നെങ്കിൽ
അവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതേപോലെ നമ്മൾ സംസാരിക്കും, നമ്മൾ അതെ, കേൾക്കുമ്പോ ടോൺ, വിചാരിക്കും, ടോൺ, അയ്യോ ചേട്ടന് അത് അറിയാലോ, ആ ഭാഷ അറിയാം, പക്ഷെ അതൊന്നും ആയിരിക്കില്ല. ये बोलो क्या भैया वो आता है മാറ്റി പിന്നെ ജന്മണ്ടേ അവർ അറിയാണ്ട് പോലും ചേട്ടന്റെ നമ്പറിലോട്ട് തിരിച്ചു കട്ട് ചെയ്ത് പോകും. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഇരുന്ന് പറഞ്ഞൊരാള് ഇതുപോലെ തന്നെ ഏകദേശം ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഞങ്ങളുടെ ടീമിലുള്ള ഒരാളാണ് ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഞാനൊരു ദിവസം ഇങ്ങനെ നോക്കുമ്പോ ചേട്ടൻ ഇങ്ങനെ സംസാരിക്കും, ചേട്ടൻ അറിയായിരിക്കുമല്ലോ, നമുക്കറിയില്ലല്ലോ, ചേട്ടൻ അറിയായിരിക്കുന്നു. പിന്നെയാണ് ആ ചേട്ടൻ ഇടയ്ക്ക് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, നിങ്ങളുടെ കൂട്ടത്തില് ട്രീറ്റ് തരാന്നൊക്കെ പറയും, നോ വേ. ഇതെന്താ ആരോ പറഞ്ഞു? ശമ്പൂർണ്ണ എങ്ങനെയുണ്ട്? പുളയല്ലേ? പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ആരെങ്കിലും വേറെ നോട്ടം ഇവനിലേക്ക് പോയിട്ട് നോക്കുമ്പോ എല്ലാം ഉണ്ട്. പറയൂ ഇത്രയും correct ആയിട്ട് ഇവര് ട്രീറ്റ് ഇതുവരെ തന്നിട്ടില്ല. തരാത്തവരാണ് പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞിട്ടുള്ള ഇതുവരെ? എന്താണ് Season 2 ലാവട്ടേത്. സീസൺ 2 ആവട്ടേത്. ആവട്ടെ. ഓ, ചേട്ടനോ ബാലേട്ടനും ദേവിയേട്ടനും തന്നില്ല, അപ്പൊ ഹരി അപ്പു തരുന്നില്ല, അങ്ങനെയാണ് സംഭവം. ഇവര് രണ്ടുപേരും കൊടുത്തു പറഞ്ഞോ? ഞങ്ങള് പിന്നെ ട്രീറ്റ് കൊടുത്തു. ശരി പോയി. അപ്പൊ ഞാനും കൊടുത്തു. ഈ ബാലനും ദേവിയും കൊടുത്തില്ല എന്നുള്ളത്. ദേവി പിന്നെ പ്രൊഡ്യൂസർ അല്ലേ, പിന്നെ അതിന്റെ ആവശ്യമില്ല. അത് ആവശ്യം. മാസം ചെക്ക് വരുന്നില്ല, അതിനെ പോലെ ആവശ്യമുണ്ട്. അതിന്റെ പേരില് 3.5 വർഷം പിടിച്ചു. ഗിരീഷേട്ടൻ ഇവര് ഗിരീഷും കൊടുത്തു. പേരായിട്ട് ഇവര് രണ്ടുപേരും കൂടെ ഒരു ട്രീറ്റ് കൊടുത്തു. ശരി. അടുത്തത് നമ്മൾ രണ്ടുപേരും വിചാരിച്ച ഹരി അപ്പു. അപ്പൊ പിന്നെ ഈ ഗിരീഷ് ചേട്ടന്റെ വീട്ടിന്റെ പുതിയ വീടിന്റെ ഫ്ലാറ്റിന്റെ താമസം അങ്ങനെ പുതിയ സ്വാമി നടന്ന സമയത്താന്ന് തോന്നുന്നു ആളെ ട്രീറ്റ് ആളെ ഒറ്റയ്ക്ക് നടത്തി. അപ്പൊ എനിക്ക് കമ്പനി ഇല്ല. ഞാൻ കമ്പനി ഇല്ലാതെ നടത്തിയിട്ടുണ്ട്. ഞാൻ 2-3 പ്രാവശ്യം കമ്പനി ഇല്ലാതെ അതെ അതെ അതെ. ഏറ്റവും കൂടുതൽ അവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഞാനാണ്. ബർത്ത്ഡേക്ക്, ആനിവേഴ്സറിക്ക്. അതെ അതെ അതെ. അതൊരു പോയിന്റ് അല്ലേ? അപ്പൊ അതൊരു ഞങ്ങൾക്ക് ഭയങ്കര സാധനത്തില് ഏറ്റവും സങ്കടമായിട്ടുള്ള ഒരു മുഹൂർത്തം. അതും ഒരു പോയിന്റ് അല്ലേ? എന്താ അല്ല, നല്ല രീതിയിലല്ലേ? അവര് നന്നായിട്ട് ചോദിച്ചത് സന്തോഷം. ഞങ്ങൾക്ക് ഇപ്പോഴാണ് വിഷമൊന്ന് ഓക്കെ. അപ്പൊ തീർന്നു. ഇന്ന് ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ രക്ഷ നമുക്ക് എല്ലാവർക്കും ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെ, ഇവിടെ ആകുമ്പോ വലിയ റേറ്റും ഇല്ല. ട്വീറ്റ് ചെയ്യാണ്ട് പോയാൽ മതി. ഞാൻ പെട്ട് ഇവരാരെങ്കിലും ഇന്നലെ വിളിച്ച് പറഞ്ഞോ ഇങ്ങനെ പറഞ്ഞു? ഇല്ല, സത്യം ഞാൻ ഭയങ്കര അത്ഭുതമായി. ചേട്ടനാന്നേ അറിയില്ലായിരുന്നു. ഇവർക്ക് ട്രീറ്റ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും അറിയോ? കുത്തുവാള എടുക്കും. അതാണ് അതുപോലെ ഫുഡ് അടിയാണോ? ചുമ്മാ അത് ചെയ്താലല്ലേ അറിയുള്ളൂ. ഇതുവരെ ചെയ്തിട്ടില്ല. അതെന്താന്നറിയാം. അങ്ങനെ ഇപ്പൊ നമുക്ക് ആരെങ്കിലും ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആസ്വദിച്ച് അങ്ങോട്ട് കഴിക്കാറുണ്ട്. അതെ അതെ അതുകൊണ്ട് തീർച്ചയായും. അത് അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഇവരുടെ അടുത്തൊക്കെ കഴിച്ചിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ അത് മത്സരിച്ച് കഴിക്കും. ഞാൻ വളരെ, പക്ഷെ അതൊരു സന്തോഷല്ലേ അതൊക്കെ. അല്ല, ഇത് കഴിയുമ്പോഴേ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം അല്ലേ? വലിയൊരു റേറ്റും വരില്ല ഇവിടെ. അതെ അതെ ചേട്ടാ. അടുത്തത് ഓക്കെ. കണ്ടാൽ മാന്യൻ ബട്ട് കയ്യിലിരിപ്പ് ലൈക്ക് ഉൾട്ട. ആളിവിടെ വന്നിട്ടില്ല. എനിക്ക് പേരറിയില്ല. ഇത് ഞാൻ കറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണോ? എന്താല്ലേ? ആരാണത്? അതാള് വന്നിട്ടില്ല. അത് വന്നിട്ടില്ല. ഞങ്ങളുടെ പി ഗ്രൂപ്പിലില്ല. ഇപ്പൊ ഇനി മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഗിരീഷ് ഉണ്ട്, ബിജേഷ് ഉണ്ട്, മഞ്ജുഷ ഉണ്ട്, മഞ്ജുഷുണ്ട്, കുറെ ആൾക്കാരുണ്ട്, അപ്സരുണ്ട്, യതിച്ചേട്ടനുണ്ട്. അത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തിരിക്കും. അതെ. അല്ലെ, ആ ആൾക്ക് വന്ന് കമന്റ് ചെയ്യാം ഞാനല്ലെന്നുള്ളത് അല്ലേ? ശരി. കറക്റ്റ് അല്ലേ നമ്മൾ പറഞ്ഞത്? ശരിയല്ലേ? നമ്മളല്ലോ അല്ലേ? മിണ്ടാപ്പൂച്ച കലമുടക്കി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്? വന്നിട്ടുണ്ടോ? ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ. കറക്റ്റ് ആണോ? അപ്പൊ ഇതും ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അങ്ങനത്തെ ഇല്ല. പക്ഷെ എന്നാലും ഇതെല്ലാം മിണ്ടുന്ന പൂച്ച. എല്ലാം ഉണ്ടെന്ന് എല്ലാം മിണ്ടും, കരയ്ക്കും, ഇത് മെണ്ടി കലമടച്ച് മിണ്ടാതൊന്നും കലമടക്കാറില്ല. മിണ്ടി കലമടക്കും. അങ്ങനെയുള്ളവരാണ് എല്ലാവരും അല്ലേ? അത് വേറെ രീതിയിൽ തമാശയായിട്ട് പറയുകയാണെങ്കിൽ ആണെങ്കിൽ അല്ല അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാം മിണ്ടി കാലടക്കി. നമ്മളെ സെറ്റിൽ ആൾക്കാർ എങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒരാളെ പറയുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും വേറെ സെൻസ്. ഓക്കെ. പക്ഷെ ആരും ഇല്ലല്ലേ? അങ്ങനെ മിണ്ടാപ്പൂച്ച ഇല്ല. അതാണ് പ്രശ്നം. എല്ലാരും മിണ്ടിട്ട് ഓവർ ആക്കും. ആണല്ലേ? അത് അത്രയും വൈബ് ആയതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ സർപ്രൈസസ് തരുന്ന ഒരു വ്യക്തി
അതായത് ഗിഫ്റ്റ് എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ട് അവിടെ പോകാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ വാവ് ഒരു ഫീൽ തന്നു, ചിലപ്പോൾ ഒരു ബർത്ത്ഡേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോളായിരിക്കാം. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഒരു സർപ്രൈസിൽ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി നോക്കുവാണെങ്കിൽ ആരായിരിക്കാം? ഇല്ല, എനിക്കറിയില്ല. സർപ്രൈസിൽ എൻജോയ് ചെയ്യുന്നത്, സർപ്രൈസ് കൊടുക്കാൻ എൻജോയ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര അവള് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതൊന്നും തന്നിട്ടില്ല. നമ്മള് ചേട്ടന്റെ ബർത്ത്ഡേക്ക് അത് എന്റെ ബർത്ത്ഡേക്ക് തന്നിട്ടുണ്ട്. സോറി ഞാൻ പിന്നെ ഇവളുടെ അടുത്ത് ഞാൻ ബർത്ത്ഡേ ചോദിച്ചു നടന്നിട്ടുണ്ട് സർപ്രൈസ് തരാൻ വേണ്ടി. രാത്രി പക്ഷെ ആ 12 മണിക്ക് വന്നിട്ട് സമയത്ത് റൂമൊക്കെ തല്ലി പൊളിച്ച് എനിക്ക് ഇഷ്ടമല്ല. എനിക്കത് ഇങ്ങനത്തെ സിസ്റ്റം ഇഷ്ടമല്ല. വലിയ 12 മണി വരെ ഉറങ്ങാണ്ടിരുന്നിട്ട് എന്ത് വരത്തത്. ഞങ്ങൾക്കത് ഞാൻ കിടന്ന് ഉറങ്ങി, ഞാൻ ഒക്കെ കുറ്റിട്ടു, ഡോറൊക്കെ കുറ്റിട്ടു. ശരി. ഓർത്ത് 12 മണി ഇപ്പൊ മറ്റേ വിഷുക്കടി കൊണ്ടുവന്ന പോലെ ടുണ്ടുണ്ടുണ്ട് ഭയങ്കര അടി. 2 വർഷം മുമ്പ് വന്നോളല്ലേ ശരി. വന്ന് ഇവരെല്ലാരും ഉണ്ടായിരുന്നു. വന്ന് താവട് പൊടിയാക്കി വന്ന് അത് സോറി കേട്ടോ. അവൾക്ക് ഇഷ്ടം. അതിന്റെ പിന്നിൽ എനിക്ക് ഭയങ്കര, ഞാൻ ഇവരുടെ ആനിവേഴ്സറിക്ക് എനിക്കിങ്ങനെ ബലൂണൊക്കെ വീർപ്പിച്ച് കേക്ക് ഒക്കെ ഓർഡർ ചെയ്ത് എനിക്കത് ഭയങ്കര ഇഷ്ടം. എനിക്ക് വിഷുവിന് എപ്പോഴും സർപ്രൈസ് തരാറുണ്ട്. ഇങ്ങനെ മെസ്സേജ് അയക്കും, കുഞ്ഞിനിയാ വിഷു കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, കയറി വെക്കുമ്പോൾ ഒരു രൂപയായിരിക്കും. എല്ലാ വർഷവും ഇടുന്നുണ്ട്. ഞാനിതിങ്ങനെ എടുത്തിട്ട് ഞാനിങ്ങനെ കുഞ്ഞിനെ 1 രൂപയല്ല 101 രൂപയാ 100 ഡാ മറന്നുപോയി. 101 ഞാൻ കൊടുക്കാറ്. 1 രൂപയല്ല. അവിടെ കൂട്ടി വെച്ചാൽ 101 രൂപ 101 രൂപ കൊടുക്കാറുണ്ട്. ഞാൻ പ്രായത്തിൽ താഴ്ന്ന ആൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളാണ് എനിക്ക് തരേണ്ടത്. ഞാൻ ഇളയവർക്കല്ലേ വിഷു അങ്ങനെ ബാലാട്ടം പെടുന്നല്ലേ? അല്ലേ ഇളയവർക്കല്ലേ വിഷു കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ എന്റെ മൂത്ത ആൾക്കാരെ കൊടുക്കണ്ട. അതെ, എത്രയോ മൂത്തവര് പേര് ഞങ്ങൾക്ക് തരണം. ചേട്ടൻ തന്നു. രക്ഷ തരാറുണ്ടോ ഇവരാരെങ്കിലും? ഇല്ല, അവള് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സെറ്റിൽ നിന്ന് തന്നിട്ടുണ്ട്. തെറ്റിന്ന് കൊടുക്കും. ചേട്ടൻ ഇല്ലായിരുന്നു തോന്നുന്നു. ഞാൻ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കൊടുക്കാം. അതുകൊണ്ടൊന്നുമില്ല. ഇല്ല, ഗൂഗിൾ പേ ചെയ്യാലോ ഞാൻ ചെയ്ത പോലെ. ചേട്ടൻ തന്നിട്ടില്ല കേട്ടോ അതുവരെ. ഏപ്രിൽ 14 തീയതി അവിടെ ആബ്സെന്റ് ആയിരിക്കും അല്ലേ? അല്ല, നമുക്ക് ബ്രേക്ക് അല്ലേ എന്തായാലും ബ്രേക്ക്. ഞാനേ വീട്ടില് കല്യാണം കഴിഞ്ഞ ശേഷം സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ കുറവാ കിട്ടിയത് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ. ചിലപ്പം ആൾക്കാർക്ക് ചിലപ്പോ എന്റെ അമ്മയായാലും ആ ദിവസം കിട്ടി മറന്നു വീട്ടിൽ നിന്ന്. ഇനി ഓർക്കണം, ഇനി ഓർക്കണം. കഴിഞ്ഞാലും പിറ്റേന്നൊക്കെ ആയിരിക്കും നമുക്ക് എന്തെങ്കിലും ഞാനത് മറന്നു കിട്ടാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് അത് വീട്ടില് നേരത്തെ പറയും. ഇപ്പൊക്കെ ഞാൻ അത് ചെയ്ത് ആർക്കജിന് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കജ് സർപ്രൈസ് ചെയ്യാൻ അറിയാത്ത ഒരാളെ എനിക്ക് ലാസ്റ്റ് ഈ ഒരു ന്യൂ ഇയറിന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി, സൂപ്പർ, അടിപൊളി. ഇനി 3 ഉള്ളൂ. പെട്ടെന്ന് പിണങ്ങുന്ന ആൾ, അതായത് എന്തെങ്കിലും ചെറിയ കാര്യം മതി. ഗോപികയും അച്ചുവും ഏറ്റവും കൂടുതൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷൻ ആർക്ക്? ആവശ്യമില്ലാണ്ട് ഇവനെ പിന്നെ നമ്മൾ പേടിച്ചിട്ടായിരിക്കും പിണങ്ങാത്ത. ഇവരൊക്കെ എന്നെ സംബന്ധിച്ചാല് ചേട്ടൻ എന്റെ തമാശയിലായിരിക്കും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പോ അവള് പെട്ടെന്ന് നിസ്സാര കാര്യത്തിലൊക്കെ ഇല്ല, ചിലത് എനിക്ക് ഭയങ്കര ഹേർട്ട് ആവും. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഇത് പറഞ്ഞുതരാം. ഇപ്പൊ പുള്ളിക്കാരി ഈ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിരിക്കുന്ന വേചേനെ ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് അല്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും ഒരു സാധനം പറയുന്നത് അത് കേൾക്കില്ല. എന്തായിട്ടാ പറഞ്ഞത് നീങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ ഇല്ലല്ലോ നീ ഹെഡ്സെറ്റ് വെച്ചേക്കല്ലേ വെച്ചോന്ന് പറയും. അപ്പൊ മൂട് മാറും. അപ്പൊ മാറി എന്നെ സംസാരിക്കാൻ താല്പര്യമില്ലല്ലേ, ഓക്കെ ഇറങ്ങിയൊക്കെ പോവും. കുറച്ച് കഴിയുമ്പോ വീണ്ടും വന്നിരിക്കും. പ്രശ്നം ഉണ്ടാക്കിട്ട് വരുന്നത്. പിന്നെ ഇവർക്കൊരു ഞാൻ പിണങ്ങി പോയിട്ടില്ല. ഇവർ രണ്ടുപേരും കൂടെ കുശു വർത്താനം. അപ്പൊ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ പിന്നീടല്ലോ ചേട്ടാന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ എന്നെ മൈൻഡേ ചെയ്യും. ഞങ്ങൾ അവിടെ വലിയ കാര്യങ്ങൾ മീൻസ് ഞങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്തോണ്ടിരിക്കും, എന്തെങ്കിലും സിനിമയുടെ പക്ഷെ നേരെ മറിച്ച് ഞാനും അച്ഛനും സംസാരിക്കുമ്പോൾ ചേട്ടൻ വന്ന് എന്തെങ്കിലും അച്ചുട്ടാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ ചേട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ ഞാനും അവന് സംസാരിക്കാന്ന് ആലോചിക്കുകയില്ല. ഞാൻ കാര്യമുള്ള കാര്യം ഞാനെന്താ കാര്യമുള്ള കാര്യം. ഞങ്ങളിപ്പം രാജമൗലി, ലാലട്ടൻ, മമ്മൂക്ക അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ലഡു കൊള്ളാല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ അന്ന് മറ്റേ ചേട്ടനോട് ഒരു ആവശ്യമില്ലാണ്ട് എന്തോ പുള്ളി തമാശയിൽ പറഞ്ഞ കല്യാണത്തിന് എന്തോ ഞാൻ പോലും ആ ശരി വരട്ടെ ആരും വരട്ടെ പോ. അത് സ്നേഹം കൊണ്ടുള്ള ആൾക്ക് വയസ്സായ ഒരാളല്ല. ഞാൻ എനിക്ക് കുറെ നേരം പിണങ്ങിയിരിക്കാനൊന്നും അറിയില്ല. ഞാൻ എല്ലാവരോടും അപ്പൊ തന്നെ വഴക്ക് മാറ്റും. ആരേത്? ശങ്കരമാമനോ? എന്റെ അച്ഛൻ. തമാശക്കായിരിക്കും. ഞങ്ങളടുത്ത് വന്ന് പിണങ്ങിയിട്ട് അപ്പുറത്തോ എന്നിട്ട് അവിടെ പോയി പിണങ്ങിയിട്ട് ഇപ്പുറത്ത് അവിടെ ഇരിക്കാൻ പറ്റും.
അപ്പൊ ഇവിടെ ഭേദം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ അങ്ങനെ നാണമാനൊന്നും ഇല്ല കേട്ടോ. അത് വന്നിരിക്കാൻ ശരിക്കും പിടങ്ങി പോട്ടെ. ഇടയ്ക്ക് ഇവരെ ചൊറിയുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്തെ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകും. ഇവളെടുത്ത് ഇവര് പറഞ്ഞു അല്ല അത് ശരിയാട്ടോ അല്ലേ, അങ്ങനെ ഒരു വിഷയം വരും അല്ലേ? ഏത് ശരിയാണ്? അല്ല ഇപ്പൊ പറഞ്ഞ തൊലിയുരിഞ്ഞു പോകുന്നുള്ളതേ ആ രീതിയിൽ ഇവരെന്നെ അങ്ങനെ ടോർച്ചർ ചെയ്യും. മത്സരിക്കും രണ്ടുപേരും ഒരുമിച്ചിട്ട് മത്സരിച്ചിട്ട് ഈ കാണുന്നൊന്നല്ല. അതെ അതെ നേരത്തെ പറഞ്ഞ പല പല മുഖങ്ങൾ. വളരെ മാന്യന്മാരാണ്. അത് ഇരിപ്പ് കാണുമ്പോഴേ മനസ്സിലായതല്ലേ. ഓക്കെ, ഇതിനോട് ചേർന്ന ഒരു ഇതാണ്, ബട്ട് സ്റ്റിൽ ഹൈലി ഇമോഷണൽ. സങ്കടം, സന്തോഷം, പെട്ടെന്ന് ചിരി, അല്ലെങ്കിൽ എവറിത്തിങ് ക്വിക്ക് റിഫ്ലക്സ് ആയിരിക്കും വ്യക്തിക്ക്. കുഴപ്പമില്ല. ഇതും അതൊക്കെ ഒരുപോലെ തന്നെ. ഞങ്ങളൊക്കെ കുറച്ച് കൺട്രോൾ അല്ല, രക്ഷക്കില്ല. ഇതൊന്നും ഇത് വെറുതെ എനിക്ക് ആരെയും കരയുന്നുണ്ട കരച്ചിൽ വരും. ഇവനോദ ആണ് ഹൈലി ഇമോഷണലി പെട്ടെന്ന് ഇതാവും, വീക്കും ആവും. വീക്കാണ്. ലാസ്റ്റ് ഡേ ഷൂട്ടുള്ളപ്പോ ഇവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി എന്നെ വന്ന് കെട്ടിപ്പിടിക്കരുതേ, ഞാൻ കരയുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ലടാ ഞാൻ കെട്ടിപ്പിടിക്കില്ല. എന്റെ കഴിഞ്ഞ് വന്നിട്ട് ഇവൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. അതല്ലേ ഇവരാണെങ്കിൽ എല്ലാവരും കരയുന്നു. പിന്നെ നോക്കും ഇവര് എല്ലാരും കൂടെ സജിൻ ചേട്ടനും ഗിരീഷ് ഇവര് മൂന്നുപേരെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ. അല്ല കരച്ചിലല്ല, എന്താന്ന് വെച്ചാല് ആ ലാസ്റ്റ് ആ സീക്വൻസിൽ ആ വീട്ടിന്റെ ഇതിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോയും കൂടെ എഡിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു, അതായത് ലാസ്റ്റ് ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവരുടെ വീഡിയോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോന്ന് കാണുമ്പോഴും വിഷമ. ഞാനതിങ്ങനെ ഇപ്പോൾ പറയാം, ചേട്ടാ അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, വിഷമമാണ്. പറഞ്ഞ് ഇല്ല ചെയ്യണൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിപ്പിക്കും. ഇവർ രണ്ടുപേരും ഈ ലേഡീസ് ഒക്കെ വന്നിട്ട് വിഷമിക്കും. അത് നമ്മളെ ആമ്പിള്ളേർ നമുക്ക് ഇങ്ങനെ കരയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാനും സഞ്ജന നമുക്ക് ഇങ്ങനെ കരഞ്ഞ അലമ്പാക്കാൻ പാടില്ല. ഇവർ രണ്ടുപേരും വന്നിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. എന്നിട്ട് ഇവരങ്ങ് പോകും. ഞാൻ ബാത്റൂമിൽ പോയിട്ട് അവസാനം നിന്നിട്ട് കരഞ്ഞിട്ട് വെളിയിറങ്ങിയ അടുത്ത ആള്. കരച്ചിലൊരു ഇമോഷനാണ്. അത് പുറത്ത് കരഞ്ഞു വെച്ചാൽ നാണക്കേടൊന്നുമില്ല. ആമ്പിള്ളേര് കരയരുത് പെൺപിള്ളേര് കരയണമെന്നൊന്നുമില്ല. എല്ലാവർക്കും കരയാം, ചിരിക്കാം. അതാ പറഞ്ഞ് ശീലിച്ചോണ്ട് അല്ലേ. അല്ല ഇവരങ്ങനെ കാണിച്ചത് അവിടുന്ന് കരയില്ല കരയരുത് പക്ഷെ അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് കരയുന്നതിന് മുമ്പ് ഇത് കരയുന്നു, ഞങ്ങൾ തിരിച്ച് കരയില്ല. അങ്ങനെ തിരിച്ചാശ്വസിപ്പിക്കേണ്ട സിറ്റുവേഷൻ വന്നതല്ലേ. ഓക്കെ നൈസ്. ഓക്കെ, ഇതിൽ ഏറ്റവും വലിയ എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നത് എൻജോയ് ചെയ്യുന്നവരാണ് ഓൾറെഡി. എങ്കിലും ഏറ്റവും ടോപ്പ് ക്ലാസ് സിനിമാ മോഹി എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി ആരായിരിക്കും? അവന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് ഊണിലും ഉറക്കത്തിലും സിനിമ. അതിന്റെ ഒരു ഇതായിട്ട് അച്ഛനെയും നമുക്ക് ഫിക്സ് ചെയ്യാം അല്ലേ. അച്ഛന വേറെ അവൻ വേറെ ഇതിലേക്കാ ഇപ്പൊ ഡയറക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതും അറിയാം. സിനിമ തന്നെ, സിനിമയുടെ തന്നെ സിനിമ എല്ലാവർക്കും കഥ ഉണ്ടാക്കലും അതിന്റെ കാര്യങ്ങളും. ആക്ടിംഗ് രീതിയിൽ നോക്കുമ്പോൾ സജിൻ ആണ്. അല്ല എല്ലാവർക്കും ഉണ്ട്. എന്നാലും ഒരു ടോപ്പിൽ പറയുകയാണെങ്കിൽ പക്ഷെ നമുക്ക് എന്താ വെച്ചാലേ ഇപ്പൊ ആഗ്രഹം കുറച്ചു തുടക്കി. ആഗ്രഹിച്ച് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല ചേട്ടാ. ചെയ്തിട്ടുണ്ടല്ലോ, ചെയ്തിട്ടുണ്ട്. അല്ല പറഞ്ഞ ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ ഈ കറക്റ്റ് സ്ഥലത്ത് കൂടെ റൂട്ടിൽ കൂടെ പോയാലല്ലേ നമുക്ക്. ഇവൻ തന്നെ സജിനൊക്കെ ഇവൻ തന്നെ പറഞ്ഞു ഒരുപാട് ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇതാ. പക്ഷെ നല്ലൊരു സമയം, റൈറ്റ് ട്രാക്കും ലക്കും ടീമും. അല്ല ഇതിന് നമ്മൾ ഇങ്ങനെ ഇത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഒരു മടുപ്പല്ല, നമുക്ക് പറ്റാണ്ടാവും. പിന്നെ നമുക്ക് അതിങ്ങനെ വിട്ട് പിന്നെ കിട്ടിയാൽ ഓക്കെ ഹാപ്പി എന്നുള്ള രീതിയിൽ പോകും. എനിക്ക് രണ്ടുപേരുടെ കാര്യത്തിൽ ഒരു കാര്യം തോന്നിയിട്ടുണ്ട്. കാര്യം രണ്ടുപേരും നല്ല ആർട്ടിസ്റ്റുകളാണ്. നമ്മൾ പെർഫോം ഞാൻ രാജീവാൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, ആർട്ടിസ്റ്റായിട്ട് ഫ്രെയിമിൽ നിന്ന് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ രണ്ടുപേരുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവര് നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടില്ല. അത് അങ്ങനെ യൂസ് ചെയ്യും. ഇവരുടെ ഒരു സംഭവം പൊട്ടൻഷ്യൽ കുറെ ഉണ്ട്. നമുക്ക് ഞാനിപ്പോ ഈ പറഞ്ഞ നമ്മുടെ ഡയറക്ഷൻ നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേക്കും പല കാര്യങ്ങളും ഈ രണ്ട് ആയുധങ്ങൾ അവൻ എടുത്തു വെച്ചിരിക്കുന്നത്. അല്ല ചേട്ടനും ഭയങ്കര മൂവി മെറ്റീരിയൽ ആയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, ചേട്ടൻ എന്താ സിനിമ നോക്കാത്ത? അത്ര
അത്ര രസമായിട്ട് അഭിനയിക്കാം നമുക്ക് എനിക്ക് ഒരുമിച്ച് രാജേട്ടൻ്റെ എല്ലാ ക്യാരക്ടറും പറ്റും. അല്ലല്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ചോദിച്ചത് അല്ലെ ഇവിടുത്തെ ശല്യം ഒഴിവാക്കിയിട്ടല്ലോ അഭിനയിക്കുവാണെന്ന്. ചേട്ടൻ പറഞ്ഞു നോക്കണ്ടടാ കിട്ടണ്ടേ. അല്ല ശരിക്കും അങ്ങനെ ഒരു ടൈം അല്ല വരുമ്പോഴത്തേക്കും അത് പറഞ്ഞത് അത് ഭയങ്കര അറിയാലോ എന്തായാലും സമ്മനൊക്കെ എന്തായാലും അറിയാം ഇതൊരു ഭയങ്കര ലക്കുള്ളൊരു ലക്ക് വേണ്ട ഒരു ഫീൽഡ്. അതെ, ലക്കും എഫോർട്ടും അല്ല എല്ലാം കൂടെ മിക്സ് ചെയ്ത് എഫേർട്ട് ഇപ്പൊ നമ്മള് പുറത്ത് കാണുന്ന എത്രയോ നല്ല ആർട്ടിസ്റ്റ് ടാലന്റ് നമുക്ക് പല സ്ഥലത്തും അയ്യോ ഇയാൾ എന്ത് രസമായിട്ട് അഭിനയിക്കുന്നു പക്ഷെ അവരവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവില്ല. അതിപ്പോ നമ്മളത് ഈ എഫേർട്ട് ലക്ക് ഉണ്ടെങ്കിൽ എഫേർട്ടിന് എന്തെങ്കിലും കാര്യമുള്ളൂ. പക്ഷെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഓട്ടോമാറ്റിക്കലി ദിസ് വിൽ കം. അതെ അല്ല വരും പക്ഷെ എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഇപ്പൊ സിനിമയിൽ തന്നെ അല്ല അത് സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അൾട്ടിമേറ്റ് ഇത് സിനിമ തന്നെയാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും മാറില്ല മാറ്റേഴ്സ്. കാരണം ഇതൊക്കെ നമുക്ക് സന്തോഷം എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ ആൾക്കാർ തിരിച്ചറിയലും നമ്മൾ ചെയ്ത ക്യാരക്ടർ നല്ലതൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരും ഇപ്പൊ നിങ്ങൾ ഈ ഗ്രൂപ്പ് എല്ലാവരും സിനിമ കാണുമ്പോൾ ഒരു ക്യാരക്ടർ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഇത് ഞാനായിരുന്നെങ്കിൽ നല്ല സാധനം വരും. പക്ഷെ നമുക്കിപ്പോ സിനിമ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സീരിയലിലൂടെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഇമോഷൻസും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ലൊരു സ്റ്റാർട്ട് അങ്ങനെയാണ്. എക്സ്പോഷറും. ഇനി 2 വീഡിയോസ് കാണിക്കും. ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓൾറൈറ്റ്, ഏത് വീഡിയോ ആണ് കുത്തിപ്പൊക്കുന്നല്ലേ മനസ്സിലായി. കുറച്ച് ദിവസത്തിന് ശേഷമാണല്ലോ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചല്ലേ. എടാ ഇതിന് മൈക്കുമല്ലോ. എനിക്കിപ്പം തന്നിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഓരോ തവണ ഷെഡ്യൂൾ ബ്രേക്കിന് വരുന്ന സമയത്തും പക്ഷേ എനിക്ക് ലൊക്കേഷനിലെ വീഡിയോസ് എല്ലാം കാണിച്ചു തരാറുണ്ട്. എല്ലാം നല്ല ഫണ്ണിയാണ്. നിങ്ങൾ ഫുഡ് കഴിക്കുന്നതും അവിടെ നിന്ന് കാട്ടിക്കൂട്ടുന്നതും എല്ലാം. അപ്പം എല്ലാവരും നല്ല ഭക്ഷണപ്രിയരാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഡൗട്ട് ഇതാണ്, അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഫുഡ് അടിവീരൻ അതായത് ഫുഡ് ആരാണെന്നാണ്. ഓക്കെ, രാജുവേട്ടൻ. അതല്ല കൊറേ കഴിക്കുന്നല്ല, രാജുവേട്ടൻ കഴിക്കുന്നൊക്കെ നന്നായി എൻജോയ് ചെയ്ത്. ഈ ചേട്ടന്റെ ഒരു ഇത് കാണുമ്പോ നമുക്കും പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ തോന്നുന്നു. അല്ല ഞാൻ എന്താ പറയുക, എനിക്കൊരു സ്വഭാവത്തില് എക്സ്പ്ലോർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത്. ഞാൻ വെറുതെ പാടാൻ വയ്ക്കും ഫുഡ് വണ്ടി വണ്ടി അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ചിലപ്പോ ഇവർക്കൊക്കെ ചോദിക്കരുത് സൈലന്റ് ആയിട്ടിരിക്കും. അതേ വന്നു എന്നൊക്കെ പറഞ്ഞ വെള്ളം വെച്ചിട്ട് അതുപോലെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോ ഞാൻ തോന്നുന്നു ഫുഡ് വന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓ വീട്ടിലാണെങ്കിൽ 12:30 ഭക്ഷണം കഴിക്കേണ്ടതാണ്. ഞാൻ ഫുഡ് ഫുഡ് എന്നുള്ളൊരു സാധനം അവിടെ അങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മള് ഒന്നുമില്ല കഴിക്കാൻ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ അവിടുത്തെ ഫുഡിന്റെ വണ്ടി വരുന്നത് ഞങ്ങൾക്ക് ചേട്ടൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി, ഇപ്പൊ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഗിരീഷ് ചേട്ടനും ഉണ്ട് കേട്ടോ. സമയത്തിന് ഇപ്പൊ നമുക്കറിയാം ഫുഡ് വന്നിട്ടുണ്ടാവും, ആ കാര്യത്തിൽ ഫുഡ് വന്നിട്ടുണ്ട് നമുക്ക് നല്ല കാര്യം. അങ്ങനെ ഞങ്ങള് സെറ്റിലാകുമ്പോ ഒരു 7 o'clock ഡിന്നർ കഴിക്കും. എങ്ങനെയെന്ന് ചാടി പോയി കഴിക്കും. അത് കുറെ ഒന്നുമില്ല, ചില കുറച്ച് കഴിക്കും, അങ്ങനെ നിർത്തും. അതുകൊണ്ട് നമുക്ക് സമയത്ത് ഫുഡ് എത്തിയ കാര്യം അറിയാൻ പറ്റുന്നുണ്ട് ചേട്ടനായതുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഫുഡ് അല്ലാതെ ഇപ്പം ഷോർട്ടിന് എടുക്കും സീനിൽ നമുക്ക് ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മള് ആർട്ടിസ്റ്റ് കുറച്ച് കഴിച്ച് നമ്മൾ അഭിനയിക്കുമ്പോ ഒന്ന് കഴിച്ചിട്ട് പോകല്ലേ. ഞങ്ങൾ അങ്ങനെയല്ല എല്ലാവരും. അതായത് കട്ട് പറഞ്ഞാൽ നമ്മൾ സാധാരണ സീൻസ് ഒക്കെ നമ്മൾ എണീറ്റ്, ഡൈനിങ് ടേബിളിലെ സീനാണെങ്കിൽ കട്ട് പറഞ്ഞാലും എണീറ്റ് പോകില്ല. ആരുടെയും ക്ലോസിൽ ഒന്ന് എണീറ്റ് പോന്ന് പറയണം. അതുവരെ അടുത്ത സീൻ എടുക്കാൻ ടൈം പാടില്ലല്ലോ. 2 പേരായിരിക്കും കഴിക്കുന്നത്. ചിലപ്പോ ചേട്ടനായിരിക്കും കഴിക്കേണ്ടതായിരുന്നു, ചേട്ടന്റെ അതിൽ നിന്ന് അല്ല ഇവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാനാണ് കഴിക്കുന്നെങ്കിൽ അതിന്റെ അടുത്തുനിന്ന് അങ്ങനെ എല്ലാം ഫുഡിന്റെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതെ, ഞങ്ങൾ പറയുന്നത് ഇതിന് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പേരുള്ള നന്നായി. അടുത്ത ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം അച്ചുവിനോടാണ്. അച്ചുവിൻ്റെ അടുത്ത് ഒരുപാട് ഹോളിവുഡ് ലെവൽ കഥകളുണ്ടെന്ന് എനിക്കറിയാം. അതിൽ 1-2 കഥകൾ നീ പറഞ്ഞിട്ടുമുണ്ട്. ആനയുടെ ഉറങ്ങിൻ്റെയും ഡൈനോസറിനെ പിടിക്കാൻ പോയ കിളിയുടെ ഒക്കെ കഥ എല്ലാം ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ്. കഥ ഞാൻ കേട്ടതുമാണ്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, അച്ചു ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ മൂവി ചെയ്യുകയാണ്, ഒരു ഹോളിവുഡ് ലെവൽ മൂവി ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഏത് ക്യാരക്ടറാണ് കൊടുക്കുക? ഇൻക്ലൂഡിങ് മീ ആയിരിക്കും. ഓക്കെ, ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കല്ലേ? ഇതൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയല്ലേ? കേൾക്കാം. ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇതിന് ഞാനും ഉണ്ട് കേട്ടോ. സൂപ്പർ ഹീറോസ് അല്ലേ, സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ കുഞ്ഞടുത്താണെങ്കിൽ
കുഞ്ഞെടുത്തില്ല അപ്പൊ ആൻമാൻ ആൻമാൻ. ഓക്കെ ആൻമാൻ ഓക്കെ ഉറുമ്പ് മനുഷ്യൻ ശരി. ആൻറ്റ്മാൻ. ആൻറ്റ്മാൻ ചേട്ടനാണ് ഈ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തരാം. ഓക്കെ താങ്ക് യു. ഓക്കെ പിന്നെ ഇത് വണ്ടർ വുമൺ. വണ്ടർ വുമൺ. ലേഡീസ് ലവ് ഇറ്റ്. അതെ അതെ പിന്നെ രാജുവേട്ടൻ നമ്മുടെ ടീം നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ ഇതിൽ അവഞ്ചേഴ്സിലെ ക്യാപ്റ്റൻ അമേരിക്ക. ക്യാപ്റ്റൻ നൈസ് നാളെ പോയാൽ മതി. നൈസ്. ഇന്നെന്തായാലും ഇവിടെ റൂമുണ്ടല്ലോ സേവത്ത് പോവാന്ന്. സൂപ്പർ ഹീറോ അവന്റെ മനസ്സിലെ സൂപ്പർ ഹീറോ. അടുത്തടുത്ത് ഇനി അതിപ്പോ ഞാൻ പലതായിട്ട് കുറെ സൂപ്പർ ഹീറോസ് ഉള്ളുണ്ട്. എല്ലാം ഇട്ട് കൊടുക്കും. സ്പൈഡർമാൻ, സൂപ്പർമാൻ. എന്തായാലും വൺ പേര് പറയാനാണെങ്കിൽ ആരായിരിക്കാം? ഞാൻ നമ്മുടെ സൂപ്പർമാൻ. സൂപ്പർമാൻ. ആ ഷർട്ടിലൊരു പടം ഉണ്ട്, അതാരാ? അതെ ഇത് പറഞ്ഞത് ഞാൻ സ്പൈഡർമാൻ ആയിക്കോട്ടെ. അങ്ങനല്ല, വലയിടാൻ മിടുക്കനാണ്. നെറ്റ്മാൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളും അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, വീണ്ടും ഇപ്പോൾ ഒരുമിച്ച് നിങ്ങൾ ഇരിക്കുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊരു ഭയങ്കര എനർജി പമ്പ് ചെയ്യുന്നൊരു ഫീൽ അല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും വീണ്ടും ഇരിക്കുകയാണ്. കുറച്ച് പേരെ മിസ് ചെയ്യുന്നുണ്ട് നമ്മൾ തീർച്ചയായിട്ടും. അപ്പോൾ ആ മിസ് ചെയ്യുന്നവരെല്ലാവരും ഞങ്ങൾ തിരക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരുമിച്ച് ഫുൾ ഓൾ ടീം ഒരു ദിവസം കൂടാൻ പറ്റുമെങ്കിൽ, ഇൻക്ലൂഡിങ് എവ്രി വൺ കൂടാൻ പറ്റുമെങ്കിൽ നമുക്ക് കൂടാൻ തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങിയാലും നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കുക. ഐ നോ യു ഹാവ് എ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആൻഡ് ഓൾ അല്ലേ? അപ്പൊ അടിച്ചു പൊളിക്കുക അളിയ. അപ്പൊ മറ്റേ ചെയ്യണം കേട്ടോ. ജിമ്മിനൊക്കെ പോയിട്ട് സെറ്റ് ആയിട്ട് വരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് ഫൺ. നിങ്ങളെല്ലാം ഒരുമിച്ച് കിട്ടിയതിൽ താങ്ക് യു. യെസ്. Thank you.